ഹായ് നമസ്കാരം. മൈൻഡ് സോൺ PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രവീൺ. PSC പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ. സമയം കളയാതെ വീഡിയോയിലേക്ക്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികൾ എത്ര? ഉത്തരം 11 നദികൾക്കാണ് കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഉത്തരം പാമ്പാടും ചോല. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്? ഉത്തരം മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി? ഉത്തരം വിദ്യാധീരം. വിദ്യാധീരം പദ്ധതിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? ഉത്തരം റാണി ഗൗരി ലക്ഷ്മി ഭായി. റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തോൽ വിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. കാസർഗോഡാണ് തോൽ വിറക് സമരം നടന്നത്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ഉത്തരം ചെറുകുടൽ. ചെറുകുടലാണ് മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. മാരകരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിലറിയപ്പെടുന്നു? ഉത്തരം താലോലം. താലോലം പദ്ധതിയാണ് മാരകരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപ പ്രക്രിയ? ഉത്തരം സംവഹനം. സംവഹനം താപ പ്രക്രിയ മൂലമാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. വയനാട് ജില്ലയിലാണ് ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകൾ എന്ന് പറഞ്ഞ സാഹിത്യകാരൻ. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം കേസരി. കേസരിയാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത്? ഉത്തരം ഇടമലകുടി. ഇടമലകുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്.